ഇതെൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു വെള്ള ബൊഗെയിൻവില്ലയുടെ ചെടിയാണ്. ഇതിൽ ആദ്യമായിട്ടാണ് ഇത്രയും പൂവിട്ട് ഞാൻ കണ്ടത്. എനിക്ക് വളരെയധികം സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു ഈ ഒരു പൂ ഇങ്ങനെ കാണുമ്പോൾ. ഞാനിത് പൂവിടാനായിട്ട് കൂടുതലൊന്നും ചെയ്തിട്ടില്ല. നല്ല വെയിലത്ത് വയ്ക്കും, പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ എന്നും നനയ്ക്കും ഒരു പ്രാവശ്യം. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട്. ഈ ടെർമിനാലിയ ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു വർഷമായി. ഒരു വർഷം മുന്നേ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. പക്ഷേ ഇതുവരെ ഇതിന് ഒരു തളിരിടുകയോ അല്ലെങ്കിൽ ഒന്ന് പൊങ്ങിയൊരയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെ വാങ്ങിച്ചു വെച്ചോ അതേപോലെ തന്നെ നിൽപ്പുണ്ട്. അത് എന്താണ് പറ്റിയതെന്നും എങ്ങനെയാണെന്നും എനിക്കറിയില്ല. ഈ ഒരു CC പ്ലാന്റ് നിങ്ങൾ കണ്ടോ? ഞാൻ ചെറുതായിട്ട് നട്ടുപിടിപ്പിച്ചൊരു CC പ്ലാന്റാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ കൂടെ വളരുന്നത് നമ്മളെ ബട്ടർഫ്ലൈയുടെ ചെടിയാണ്. ബട്ടർഫ്ലൈ ലീവ്സിൻ്റെ ചെടിയാണ്. ഇത് എങ്ങനെയത് വന്നതെന്നൊന്നും എനിക്കറിയില്ല. പറിച്ച് കളയാൻ തോന്നിയില്ല കണ്ടപ്പോൾ. പിന്നെ ഇതിപ്പോൾ വളർന്ന് ഇത്രയായി നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടിയായിട്ട് വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണത്. ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ളൊരു കുഞ്ഞ മാവിലുണ്ടായ ഒരു മാങ്ങയാണ്. എല്ലാ സീസണിലും ഈ മാവിൽ നല്ലപോലെ മാങ്ങ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ സീസണിൽ ഭയങ്കര കുറവാണ്. മാങ്ങ മാത്രമല്ല, എൻ്റെ വീട്ടിൽ ജാതിക്കയുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു ജാതി മരമാണ്.